ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, അങ്ങനെ ഒരു രാഷ്ട്രീയമായ അഴിമതി ഇത്രയും 800 ചില്ലുവാനം ബാറുകളെ മദ്യനയത്തിൻ്റെ പേരിൽ 2,00,000 രൂപ പിരിച്ചു തന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഡ്രൈ ഡേ മാറ്റിത്തരാം, അല്ലെങ്കിൽ ഈ പറയുന്ന സമയം നീട്ടിത്തരാം എന്നൊക്കെ പറയുന്ന വിധത്തിൽ ഒരു രാഷ്ട്രീയ അഴിമതി കേരളത്തിൽ നടക്കുമോ? അപ്പോൾ ഈ നിങ്ങളെ കെ എം മാണിക്കെതിരായിട്ട് എന്താ ആരോപണം ഉന്നയിച്ചിരുന്നത്? ഇതുതന്നെയാണല്ലോ. ബാർ ഹോട്ടലുകൾ പൂട്ടിയപ്പോൾ അത് തുറന്നു തരുന്നതിന് വേണ്ടി ബാർ ഹോട്ടൽ ഉടമകളുടെ സംഘടന അല്ലെങ്കിൽ ബാർ ഉടമകളുടെ സംഘടന മാണിക്ക് പൈസ കൊടുത്തെന്നാണല്ലോ പറഞ്ഞിരുന്നത്. അന്ന് പൈസ കൊടുത്തതിനെന്തെങ്കിലും തെളിവുണ്ടായിരുന്നു? ആരെങ്കിലും തെളിവ് തന്നോ? അന്വേഷണത്തിൽ എന്തെങ്കിലും തെളിവ് പുറത്തേക്ക് വന്നോ? ഇല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പണം എണ്ണുന്ന യന്ത്രമുണ്ടായിരുന്നു മുതലായ കഥകൾ ധാരാളം പറഞ്ഞതല്ലാതെ അവിടെ കോഴ കൊടുത്തോ ഇല്ലയോ എന്നുള്ളൊരു തർക്കത്തിലേക്കല്ല ഞാൻ പോകുന്നത്. അതെൻ്റെ പ്രശ്നവുമല്ല. പക്ഷേ യാതൊരു തെളിവുകളും ഉണ്ടായില്ലല്ലോ. എന്നിട്ട് എന്തൊരു കോലാഹലമായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ അന്ന് സംഭവിച്ചത്. ഞാനൊരൊറ്റ കാര്യം ചോദിക്കട്ടെ നികേഷേ. നമ്മുടെ ഒരു സർക്കാരിൻ്റെ ഒരു നയം രൂപവൽക്കരിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതാരാ തീരുമാനിക്കുന്നത്? സെക്രട്ടറിമാരാണോ, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ആണോ, അല്ലോ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണോ? അതിനൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ ആ പ്രോസസ്സ്, അതിനൊരു റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ടിന്മേലാണ് പലപ്പോഴും ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചത്. ചീഫ് സെക്രട്ടറി വളരെ സത്യസന്ധമായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പത്രക്കുറിപ്പിലെല്ലാം വളരെ വളരെ വ്യക്തമാണ്. മാർച്ച് 1-ാം തീയതി യോഗം ചേരുന്നു. അവിടെ തീർച്ചയായിട്ടും ചർച്ച ഉണ്ടായത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പത്രക്കുറിപ്പിൽ ഈ ഡ്രൈ ഡേ നീക്കുന്നതിനെപ്പറ്റി അവിടെ ചർച്ച നടന്നുവെന്ന് പറയുന്നുണ്ട്. ഇല്ലേ നികേഷേ? ഞാനത് വായിച്ചു കേട്ടതേ ഉള്ളൂ, ഞാനത് കണ്ടില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അദ്ദേഹം അവിടെയും ഡ്രൈ ഡേ മാറ്റുന്നതിനെക്കുറിച്ചൊരു ചർച്ചയുണ്ടായി എന്ന് പറയുന്നുണ്ട്. ഡ്രൈ ഡേ മാറ്റുന്നതിൽ പ്രശ്നമൊന്നുമില്ല. സർക്കാരിന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാമെങ്കിൽ സർക്കാരിനാണൊരു മദ്യനയം തീരുമാനിക്കാനുള്ള എല്ലാ അവകാശങ്ങളും. അതിപ്പോൾ ഡൽഹിയിൽ എന്ത് സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാരിന് ഭൂരിപക്ഷമുള്ള സർക്കാരാണ്, ബഹുഭൂരിപക്ഷമുള്ള സർക്കാരാണ്. അവർക്കൊരു നയമെടുക്കാം, അത് നടപ്പാക്കാം. അതിന് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർ ആദ്യം പഠിക്കുന്നു, അതിനൊരു റിപ്പോർട്ട് കൊടുക്കുന്നു, അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും എന്താണ് പ്രയോജനമാണോ ദോഷകരമാണോ എന്ന് നോക്കുന്നു, നിലവിലുള്ള നയവുമായിട്ട് അത് എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോവുക എന്ന് നോക്കുന്നു. പക്ഷേ നമുക്കുണ്ടാകുന്ന സംശയം അതൊന്നും അല്ല നികേഷേ. അതിന് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞത് ആരോടാ? എക്സൈസ് നയം സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കാൻ ആ യോഗം ചുമതലപ്പെടുത്തിയത് ആരെയാ? ടൂറിസം സെക്രട്ടറിയാണ്. ടൂറിസം സെക്രട്ടറിക്ക് എന്താ കാര്യം? അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് എക്സൈസ് സെക്രട്ടറിയാണ്. എക്സൈസ് സെക്രട്ടറി അത് തയ്യാറാക്കി വരുമ്പോൾ തയ്യാറാക്കുന്ന കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അഭിപ്രായം തേടും. ടൂറിസം സെക്രട്ടറിയുടെ അല്ലെങ്കിൽ ടൂറിസം ഡയറക്ടറുടെ ഒരു അഭിപ്രായങ്ങൾക്ക് അവിടെ വില കൽപ്പിക്കപ്പെടും. ഇവിടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ശരിയാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. 1-ാം തീയതി ഒരു ദിവസം മദ്യം നിരോധിച്ചിട്ട് ഇവിടെ മദ്യനിരോധനം നടപ്പാകുമോ? ഇവിടുത്തെ മദ്യത്തിൻ്റെ കൺസംഷൻ കുറയുമോ? അതൊന്നുമില്ല. അതേസമയം ടൂറിസ്റ്റ് മേഖലയിൽ അത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന ചില കോൺഫറൻസുകൾ മാറിപ്പോകുന്നു. ഇതൊക്കെ പണ്ട് UDFൻ്റെ കാലത്ത് ബാർ ഹോട്ടലുകൾ പൂട്ടിയപ്പോൾ നമ്മൾ പറഞ്ഞ വാദങ്ങൾ തന്നെയാണ്. ചില കമ്പനികളുടെ സമ്മേളനങ്ങൾ, അതൊക്കെ ഇവർക്ക് ഒരു വരുമാനമാണ്, രാജ്യത്തിന് സംസ്ഥാനത്തിന് ഒരു വരുമാനമാണ്. അതുകൊണ്ട് 1-ാം തീയതിയിലെ ഈ ഡ്രൈ ഡേ എന്ന് പറയുന്നത് നീക്കുന്നത് കൊണ്ട് ഇവിടുത്തെ മദ്യത്തിൻ്റെ കൺസംഷനിൽ എന്തെങ്കിലും ഏറ്റക്കുറവുകൾ ഉണ്ടാകുമെന്നോ നമ്മളെല്ലാവരും കൂടെ അറബിക്കടലിൽ വീണു പോകുമെന്നോ ഞാൻ കരുതുന്നില്ല. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് നൽകേണ്ടത് എക്സൈസ് വകുപ്പാണല്ലോ. വിശദീകരണം ക്ലാരിറ്റിയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല വേണ്ട, ഞാൻ പറയട്ടെ. ഞാൻ ക്ലാരിറ്റിയിലേക്ക് ഞാൻ വരാം. ഞാൻ പറയുന്നത് എക്സൈസ് സെക്രട്ടറിയോടാണ്, ടൂറിസം സെക്രട്ടറിയോടാണ് ആവശ്യം. ടൂറിസം സെക്രട്ടറി എന്ത് ചെയ്യുന്നു? അത് ടൂറിസം സെക്രട്ടറിയാണ് ചുമതലപ്പെടുത്തുന്നത്. ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗം. സെക്രട്ടറിയാണത് ടൂറിസം ഡയറക്ടറെ ചുമതലപ്പെടുത്തുന്നത്. അദ്ദേഹം അവധിയാണെന്നോ എന്തോ പറഞ്ഞിട്ട് ചെയ്യുന്നു. അദ്ദേഹം വിളിച്ചു ചേർക്കുന്നു. ആ വിളിച്ചു ചേർക്കുന്നതിൽ കൃത്യമായിട്ട് അജണ്ടയിൽ പ്രധാനപ്പെട്ട ഇനമായിട്ട് ഇത് തന്നെയാണ് പറയുന്നത്. അതായത് മദ്യനയത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ്. അത് ചർച്ച ചെയ്യുന്നതിന് തെറ്റില്ല. ആ വിളിച്ചു ചേർക്കുന്നതിന് തെറ്റില്ല. വിളിച്ചു ചേർക്കേണ്ടത് ആരാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്.
അവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഇരുട്ടിൽ നിർത്തുകയാണ് വാസ്തവത്തിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് സംശയം തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ നയം മാറ്റുന്നതിൽ എന്തെങ്കിലും അപാകമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ഇതുവരെ ഗവൺമെൻറ് ചർച്ച തുടങ്ങിയിട്ടേ ഇല്ല എന്ന് പറയുകയാണ്. ചീഫ് സെക്രട്ടറിയുടെ ഇന്നത്തെ പത്രക്കുറിപ്പിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഗവൺമെൻറ് അത് സംബന്ധിച്ച് ചർച്ച നടത്തി, അതിനനുകൂലമായൊരു തീരുമാനം എടുത്തതായിട്ട് അദ്ദേഹവും പറയുന്നില്ല. ഇനി അത് എടുക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചർച്ച തുടങ്ങി. എങ്കിൽ ഈ മന്ത്രിമാർക്ക് ഇത് സർക്കാരിൻ്റെ അധികാരമാണ്, ഇങ്ങനൊരു ചർച്ച ചെയ്യുക, അങ്ങനൊരു തീരുമാനമെടുക്കുക, അത് നടപ്പാക്കുക, അവർക്കതിനുള്ള എല്ലാ അധികാരവും ഉണ്ട്. എന്നിട്ട് എന്തിന് നുണ പറയണം? എന്തിനാണ് നിങ്ങൾ അവാസ്തവമായിട്ട് പറയുന്നത്? ഞങ്ങൾ ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. സർക്കാർ പിന്നെ സെക്രട്ടറി സർക്കാരിൻ്റെ ഭാഗമല്ലേ? അല്ലെന്ന് നിങ്ങൾക്ക് വാദിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് ഭരണം. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അവരാണ് കാര്യങ്ങൾ നടത്തുന്നത്. രാഷ്ട്രീയമായ തീരുമാനമാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയം ആലോചിക്കാൻ ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് സെക്രട്ടറിമാരുടെ യോഗം അത് ചർച്ച ചെയ്യുന്നതും അത് പിന്നെ ഡയറക്ടറെ ഇതിന് ചുമതലപ്പെടുത്തുന്നതും ഡയറക്ടറെ ഇവരുമായിട്ട് യോഗം പിടിച്ചു കൊടുക്കുന്നതും. ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു, ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, ഞങ്ങൾ ആലോചിക്കുന്നതേ ഉള്ളൂ, ഞങ്ങൾ അത് തുടങ്ങി വെച്ചു എന്ന ആ സത്യം ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായ ആ സത്യം അങ്ങ് ഈ മന്ത്രിമാർ, ആദ്യം രാജേഷും പിന്നീട് റിയാസും തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഒരു ബലൂൺ കുത്തിപ്പൊട്ടിക്കുന്നത് പോലെ ഈ പ്രശ്നം അങ്ങ് മാറുമായിരുന്നു. ഇവിടെ എന്തോ ഒളിച്ചു വെക്കാനുണ്ടെന്ന് ഈ രണ്ട് മന്ത്രിമാരുടെയും വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് കൊണ്ടാണ് ഇവിടെ ഈ 900ഓളം വരുന്ന ബാർ ഹോട്ടലുകൾ 2.5 ലക്ഷം രൂപ വീതം പിരിച്ചു കൊടുത്താൽ അതൊരു വലിയ അഴിമതിയാകുമായിരുന്നു. അത് നടന്നില്ല. അത് പുറത്തേക്ക് വന്നതുകൊണ്ട് മാതൃഭൂമി അത് ഒരു എക്സ്ക്ലൂസീവായിട്ട് ആ സ്റ്റോറി റിപ്പോർട്ട് ചെയ്തത് കൊണ്ട് അത് നടന്നില്ല എന്നാണ് ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ. അതുപോലെ ഒറ്റ കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഇവിടെ ഇപ്പോൾ പോലീസ് ക്രൈംബ്രാഞ്ചിനെ എന്തോ ഏൽപ്പിച്ചു, അന്വേഷണം നടക്കുന്നത് ഈ പിന്നെ അനിമോൻ്റെ പിന്നെ സംഘടനയുടെ തീരുമാനത്തെക്കുറിച്ചല്ല, അനിമോൻ്റെ ശബ്ദരേഖയെക്കുറിച്ചല്ല. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? അതാണിപ്പോൾ പ്രശ്നം. ഇതെങ്ങനെ പുറത്തു വന്നു? അവിടെ വീണ്ടും സാധാരണ ജനങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ നിലപാടിൽ സംശയം തോന്നുന്നു. Debate with MV Nikesh Kumar.